ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ബീച്ചിനടുത്തുള്ള പാർക്കിലേക്കാണ് പോയത്. ആദിക്കുട്ടന് അവധിയുള്ള എല്ലാ ദിവസവും അവൻ എവിടെയെങ്കിലും പോകണമെന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കാറുണ്ട്. പിന്നെ ആവട്ടെ എന്നും പറഞ്ഞ് എല്ലാ പ്രാവശ്യവും അവൻ്റെ ആഗ്രഹം മാറ്റിവെക്കാറാണ് പതിവ്. എന്നാൽ ഇന്നെന്തായാലും ഒന്ന് മക്കളുമായി പുറത്തു പോകാമെന്ന് തീരുമാനിച്ചു. ഇവിടെ വന്നപ്പോഴാണ് കുഞ്ഞുങ്ങളുടെ സന്തോഷം കണ്ടപ്പോൾ ഇടയ്ക്ക് നേരം കിട്ടുമ്പോൾ അവരെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോയി. നമുക്ക് സമയം കിട്ടുമ്പോൾ കുഞ്ഞുങ്ങളുമായി ഇതുപോലെ പുറത്തൊക്കെ വരണം. അവരുടെ കളിയും ചിരിയുമൊക്കെ ഇപ്പോഴല്ലേ ഇതുപോലെ നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ. ഇതാ എന്ന് പറയുന്നതിന് മുൻപ് കുഞ്ഞുങ്ങൾ അങ്ങ് വലുതാകും. പിന്നെ ഇതുപോലെ നമ്മുടെ കൂടെ വരണമെന്നില്ല. പിന്നെ പുതിയ പുതിയ കൂട്ടുകാരായിരിക്കും അവരുടെ ലോകം. ഇത് എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, നിങ്ങളോടും കൂടിയാ ഈ പറയുന്നത്. കുടുംബത്തോടൊപ്പം പുറത്തു പോകുന്നത് വലിയ എക്സ്പെൻസീവായ സ്ഥലങ്ങളൊന്നും വേണ്ടെന്നേ. ഞായറാഴ്ചകളോ അവധി ദിവസങ്ങളോ അവരോടൊപ്പം കുറച്ച് സമയം വീടിനടുത്തുള്ള സ്ഥലങ്ങളിലായാലും മതി. അവർക്ക് വേണ്ടി ഇത്തിരി നേരം മാറ്റിവെക്കണം. അപ്പോൾ നമ്മൾ പ്രായമാകുമ്പോൾ അവർ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുമെന്നേ. എന്തായാലും ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരുന്നു. ഓരോ റൈഡിൽ കയറുമ്പോഴും അവരുടെ സന്തോഷം ഇരട്ടിച്ചിരട്ടിച്ച് വരുന്നതായാണ് എനിക്ക് തോന്നിയത്. ആദിക്കും മിലുവിനും ഈ സ്ലൈഡ് ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഒരുപാട് നേരം അവരിതിൽ കളിക്കുന്നുണ്ടായിരുന്നു. മറ്റു കുട്ടികൾ വന്നിട്ടും മാറിക്കൊടുക്കുന്നില്ല. ഇത് ഞങ്ങളുടെ സ്വന്തമാണെന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ അവരുടെ ഓരോ കളിയും. ഒന്നല്ല രണ്ടല്ല പല പ്രാവശ്യമാണ് ഈ റൈഡിൽ കളിച്ചുകൊണ്ടിരുന്നത്. മതി, ഇനി മറ്റുള്ളവർ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാനാ. അവർ വീണ്ടും വീണ്ടും അതിൽ തന്നെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ കഴിഞ്ഞ് വരുന്ന മറ്റു കുട്ടികളോട് പറയുന്നുണ്ടായിരുന്നു, ഇത് ഞങ്ങളുടെ റൈഡാ, നിങ്ങൾ അപ്പുറത്ത് പോയി കയറാൻ. പാർക്കിലെ മിക്ക കളി ഉപകരണങ്ങളും ഇപ്പോൾ ഒരു ശോചനീയാവസ്ഥയിലാണ്. മിക്കതും തുരുമ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ റൈഡിലൊന്നും കയറ്റിയില്ല. ഈ റൈഡിൽ വലിയ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇതിൽ കയറ്റിയത്. ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുട്ടികളൊക്കെ വരാൻ തുടങ്ങിയതുകൊണ്ട് ഇനി ഈ റൈഡിൽ നിന്ന് മാറിക്കോ, നമുക്ക് അടുത്ത റൈഡിലേക്ക് പോകാം എന്നും പറഞ്ഞ് ഞങ്ങൾ നടന്നു. ഇപ്പോഴാ ചെറിയൊരു ആശ്വാസമായത്. ഇപ്പോൾ റൈഡിൽ മാറി മാറി കയറുന്നുണ്ട് കേട്ടോ. എവിടെയൊക്കെ കയറണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. ആദിക്കുട്ടൻ എങ്ങോട്ടൊക്കെ ഓടുന്നുണ്ടോ അങ്ങോട്ടൊക്കെ മിലു ഓടുന്നുണ്ട്. നിനക്ക് പറ്റിയ പണിയല്ല അത്, അതിന് മേളിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാനാ. ആദ്യം കയറിയതുകൊണ്ട് മിലുവും കയറും. കൂടെ അമ്മയും ഉണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. മിലുക്കുട്ടൻ അങ്ങനെ റൈഡിലൊന്നും കയറാൻ വലിയ പേടിയുള്ള ആളല്ല. പക്ഷെ ആദിക്കുട്ടൻ അങ്ങനെയല്ല കേട്ടോ. കാണിക്കുന്ന ആ ബഹളം മാത്രമേ ഉള്ളൂ. ആൾക്ക് എല്ലാ കാര്യത്തിനും പേടിയാ. ആദ്യം ഇറങ്ങിയത് കൊണ്ടാണ് മിലു ഇറങ്ങിയത്. മിലു ഓർത്ത് പകുതി വരെ ഈ റൈഡുള്ളൂ, ഇനി മേളിലോട്ട് കയറാൻ പറ്റില്ല എന്നോർത്ത് അവൻ ഇറങ്ങുന്നത്. ആദ്യക്കൂട്ടം പിന്നെ പേടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. മറ്റുള്ള കുട്ടികൾ കയറാഞ്ഞതുകൊണ്ട് അവനും കയറിയില്ല. കുറച്ചു നേരം ഈ റൈഡിൽ കളിച്ചപ്പോൾ ഈ റൈഡും മടുത്തു. അപ്പോഴാണ് അടുത്തൊരു ഊഞ്ഞാൽ കണ്ടത്. അങ്ങനെ കുറച്ചു നേരം ഊഞ്ഞാലാടി. ഊഞ്ഞാലാകുമ്പോൾ വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കൂട്ടുകാരൻ ഊഞ്ഞാലാടുന്നത് കണ്ടത്. പിന്നെ നോക്കിയപ്പോൾ അടുത്ത റൈഡിൽ കുറച്ച് കുട്ടികൾ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ കുറച്ചു നേരം അവരുടെ കൂടെ കളിച്ചു. കുട്ടികൾ എവിടെയുണ്ടോ അവിടെ ആദ്യക്കുടനും ഓടിച്ചെല്ലും, കളിക്കാമല്ലോ. ഓരോ റൈഡിൽ ചെല്ലുമ്പോഴും അവരുടെ സന്തോഷം ഇരട്ടിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. സമയം പോകുന്നതേ അറിയുന്നില്ല. ഓരോ പ്രാവശ്യവും ഓരോ റൈഡിൽ കയറുമ്പോൾ ഇടയ്ക്ക് എന്നെ നോക്കാറുണ്ട്. അമ്മ എന്നെ ഇപ്പോൾ വിളിക്കുമോ, അയ്യോ വീട്ടിൽ പോകാൻ നേരമായോ എന്നുള്ള രീതിയിൽ. അവരുടെ സന്തോഷം കാണുമ്പോൾ സമയം പോകുന്നത് നമ്മളും അറിയുന്നില്ല. കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്നോട് പറയുന്നത്, അമ്മ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനും അപ്പുറത്തെ റൈഡിലുണ്ട്, അവരോടൊപ്പം എനിക്ക് കളിക്കണമെന്ന്. അങ്ങനെ ആദ്യം കൂടെ കുറച്ച് സമയം അവരോടൊപ്പം കളിക്കാൻ പോയി. അപ്പോൾ മിലുവിനെ കളിക്കാൻ കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മിലു കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രക്ഷയില്ലാവുന്നപ്പം അമ്മ കയറ്റി മിലുവിനെ ഊഞ്ഞാലിരുത്തി അങ്ങനെ ആട്ടിക്കൊടുക്കുകയാണ്. മിലുകൂട്ടന് ആരെങ്കിലും കൂടെ വേണം കളിക്കാനായിട്ട്. അങ്ങനെ അവനെ ഹാപ്പിയായി. അങ്ങനെ ഊഞ്ഞാലാടി കഴിഞ്ഞപ്പോഴാണ് അടുത്ത റൈഡിൽ കണ്ണിൽപ്പെട്ടത്. അങ്ങനെ ഇനി അടുത്ത റൈഡിലേക്കാണ് രണ്ടുപേരും കൂടെ. ആദ്യം ഏത് റൈഡിൽ കയറിയാലും മിലു ആ റൈഡിൽ കയറിയിരിക്കും. ഫസ്റ്റ് ഞാൻ എന്നുള്ള ഇതാണ് മിലുക്കുട്ടന്. അവൻ എപ്പോഴും ആദ്യം കയറി കളിക്കണം. രണ്ടുപേരും കൂടെ കളിക്കുന്നതിനിടയ്ക്ക് നല്ല വഴക്കും ഉണ്ടാക്കുവേ. പാർക്കിലെ ഓരോ റൈഡിൽ മക്കൾ കയറുമ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്ര സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. പല ഭാഗത്തും തുരുമ്പടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കയ്യോ കാലോ മുറിയുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അവരോട് പറഞ്ഞാൽ അവർ കേൾക്കത്തുമില്ലല്ലോ. അങ്ങനെ ആ റൈഡിൽ ചെറിയൊരു തുരുമ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം കളിപ്പിച്ചില്ല, അവിടെ നിറക്കി.
തുരുമ്പുള്ളത് കൊണ്ട് ആ റൈഡിൽ നിന്ന് ഇറക്കി. ഇനി നമുക്ക് അടുത്ത റൈഡിൽ കയറാമെന്നും പറഞ്ഞാണ് പോയത്. പക്ഷേ ഇത്രയും നേരം ടിക്കറ്റ് എടുത്തിരുന്നത് കൊണ്ട് എല്ലാ റൈഡും ഫ്രീ ആയിരുന്നു. പക്ഷേ ഇവരിപ്പോൾ അടുത്തതായി പോകുന്ന റൈഡുകൾ ഫ്രീ അല്ല കേട്ടോ. ഓരോ റൈഡിൽ കയറുന്നതിനും 50 രൂപ വെച്ച് നമ്മൾ കൊടുക്കണം. എങ്കിലും കുഴപ്പമില്ല, സേഫ്റ്റി അല്ലേ പ്രധാനം. ഇവിടെയുള്ള റൈഡുകൾക്കൊന്നും പ്രശ്നമില്ല കേട്ടോ. നമ്മൾ പേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും. ഇനിയുള്ള റൈഡുകൾക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ പണ്ട് ഞങ്ങൾ വരുന്ന സമയത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോട്ടിംഗ് ഒന്നും കാണുന്നില്ല കേട്ടോ. ഈ റൈഡിലൊന്നും ഒരുപാട് തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മിൽക്കുട്ടനെ ഇതിലൊന്നും കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ആദ്യനെ ഇങ്ങോട്ടൊന്നും കയറ്റിയില്ല. അവർക്ക് ഈ റൈഡുകളോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് വണ്ടി കാണാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ ആ റൈഡിലേക്കാണ് പോയത്. അങ്ങനെ എല്ലാ റൈഡും കണ്ടാട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയത്. മക്കൾക്ക് ഈ റൈഡുകളൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ റൈഡിലൊന്നും കയറണമെന്ന് അവർ വാശി പിടിച്ചതുമില്ല. ഇനിയിപ്പോൾ അടുത്ത റൈഡിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ പോവാ കേട്ടോ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പം അമ്മ പോയി ടിക്കറ്റ് എടുത്തിട്ട് വന്നു. ആദ്യം തന്നെ ആദിക്കുട്ടനുള്ള ടിക്കറ്റാണ് കേട്ടോ എടുത്തത്. ഞങ്ങൾ എന്നീ പാർക്കിൽ വന്നാലും ആദിക്കുട്ടന് ഈ വണ്ടി ഓടിക്കാൻ വലിയ ഇഷ്ടമാണ്. തിരക്ക് കൂടിക്കഴിഞ്ഞ് എനിക്ക് ഈ വണ്ടി കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് ബഹളമായിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ അവനെ ആ വണ്ടിയെ കയറ്റിയിരുത്തി. അങ്ങനെ അവൻ ആ വണ്ടിയും കൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ഓടിക്കാൻ തുടങ്ങി. വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് സുഖമായിട്ട് വണ്ടി ഓടിക്കായിരുന്നു. പാർക്കിൽ എന്തോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. ഈ ജീപ്പ് പോകുന്നത് കണ്ടപ്പോൾ മിലുക്കുട്ടൻ ആ ജീപ്പിൽ കയറാൻ വേണ്ടി ബഹളം ഉണ്ടാക്കി. ആദ്യമേ ആ ജീപ്പിൽ കയറാൻ ആദ്യക്കുട്ടനും ചെയ്യുന്നത്. പക്ഷെ 4 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാത്രമേ ജീപ്പിൽ കയറ്റുള്ളൂ. അങ്ങനെ മിലു വലിയൊരാളെ പോലെ കേട്ടോ ആ ജീപ്പിലൊക്കെ കയറിയിരുന്നത്. കയറിയിരുന്ന് സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുന്നുണ്ടപ്പോൾ ഞങ്ങളോർത്തു എന്തൊരു സന്തോഷമാണ്, മിലുക്കുട്ടൻ ഇനി ആ ജീപ്പൊക്കെ ഇരുന്ന് ഓടിച്ചോളൂ എന്ന്. അങ്ങനെ ആദ്യക്ക് ഇഷ്ടമുള്ള വണ്ടി ഓടിച്ചു. മിലുക്കുട്ടൻ മിലുവിൻ്റെ ജീപ്പിലും കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജീപ്പ് ഓടിച്ച് കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നുണ്ടപ്പോൾ ഞാനോർത്ത് ഭയങ്കര സന്തോഷമായിരിക്കുമെന്ന്. ഇതൊന്നും അല്ല കേട്ടോ, വലിയൊരു രസം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യത്തെ റൗണ്ടൊക്കെ നന്നായി ഫിനിഷ് ചെയ്തു. പക്ഷേ സെക്കൻഡ് റൗണ്ടിലോട്ട് കയറിയപ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായത്. ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടച്ചിരിയായിരുന്നു. എന്താണെന്നോ, സെക്കൻഡ് റൗണ്ടിൽ ആൾ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചപ്പോൾ സ്റ്റിയറിംഗ് ഒരു കയ്യിലിരിക്കുന്നു. അയ്യോ എനിക്കിനി വണ്ടിയിൽ ഇരിക്കണ്ടേന്നും പറഞ്ഞ് കരച്ചിലും ബഹളവുമായി. അങ്ങനെ ചാടി ആൾ പുറത്തിറങ്ങി. പിന്നെ ജീപ്പിൽ കയറിയില്ല കേട്ടോ. മിലുക്കുടൻ ജീപ്പിലെന്നല്ല പിന്നെ ഒരു റൈഡിലും കയറിയില്ല കേട്ടോ. പിന്നെ അവൻ എല്ലാ കളികളും കാണുക മാത്രമാണ് ചെയ്തത്. ആദിക്ക് പിന്നെ മിക്കപ്പോഴും വന്നിട്ടുള്ള പരിചയമുള്ളത് കൊണ്ട് അവൻ എല്ലാ റൈഡിലും ഓടി കയറുന്നുണ്ടായിരുന്നു. അവൻ അവസാനം കയറിയത് ഈ റൈഡില്ല കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നത് കൊണ്ടാണ് ഞാനും കയറിക്കോളാൻ പറഞ്ഞത്. ഒരു കുട്ടി മാത്രമേ അവൻ്റെ കൂടെ കളിക്കാനുള്ളായിരുന്നു. ഏത് റൈഡിൽ കയറിയാലും മത്സരമാണ്. പിന്നെ ഇവരുടെ കളികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിയെ പാർക്കിൽ നിന്ന് ഇറങ്ങി. പാർക്കിൽ നിന്ന് നേരെ ഇറങ്ങിയത് ബീച്ചിലേക്കാണ് കേട്ടോ. ബീച്ചിൽ എന്തോ പരിപാടി നടക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണെന്ന് തോന്നുന്നു. ബീച്ചിൽ എപ്പോഴും എന്തെങ്കിലും കലാപരിപാടികളൊക്കെ ഉണ്ടാകും. അത് കാണാൻ നല്ല തിരക്കുമായിരിക്കും. ബീച്ചിലെത്തിയാൽ സമയം പോകുന്നത് അറിയുകയേയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ബീച്ചിൽ വരാനായിട്ട്. ഇപ്പോൾ എനിക്ക് കൂട്ടായി മക്കളുമുണ്ട്. അവർക്കും ഒരുപാട് ഇഷ്ടമാണ് ബീച്ചിൽ വരാൻ. ബീച്ചിൽ വരാൻ ഇഷ്ടമില്ലാത്ത ആരല്ലേ ഉള്ളത്? ആദ്യം തന്നെ മക്കൾ ബീച്ചിൽ വന്നാൽ ചെയ്യുന്നത് ഈ കടലിലെ മണ്ണ് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കളിക്കും. പണ്ട് നമ്മളും കടലിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കടപ്പുറത്ത് എഴുതി വെക്കാറില്ലേ? അതൊക്കെ തിരമാലകൾ കൊണ്ടുപോകുന്നു നോക്കി ഇരിക്കാറുമുണ്ട്. കളികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി നാളെ എത്തുന്നതായിരിക്കും.